ഗന്ധറും കോഡി റോഡ്സും തമ്മിൽ അടുത്തതായിട്ട് വീണ്ടും മത്സരിക്കാൻ വേണ്ടി പോകുന്നു, അതും സ്മാക്ഡൗൺ എപ്പിസോഡിൽ വെച്ച്. ഈ കഴിഞ്ഞ സ്മാക്ഡൗണിൽ ഗന്ധർ തന്നെയായിരുന്നു ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത്. അനൗൺസർ ടേബിളിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് തനിക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് തനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളത് ഗന്ധർ പറയുകയുണ്ടായി. ക്ലാഷ് ഇൻ ഇറ്റലിയിൽ വെച്ച് നടന്നിട്ടുണ്ടായിരുന്ന ഇവരുടെ മാച്ചിൽ തന്റെ കാല് റോപ്പിന് താഴെ കിടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊരിക്കലും ഒരു പിന്നായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ശരിക്കും അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായി മാറേണ്ടിയിരുന്നത് ഞാനായിരുന്നു. കോഡി റോഡ്സ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയതുകൊണ്ട് മാത്രമാണ് കോഡിയെ വിജയിപ്പിച്ചു വിട്ടത്. അപ്പോൾ തന്നെ കോഡി വന്നുകൊണ്ട് ഇത് ശരിക്കും ഒരു കോൺട്രവേഴ്ഷ്യൽ ഫിനിഷർ ആയിരുന്നു എന്നുള്ളത് പറയുകയുണ്ടായി. ഗന്ധർ പറഞ്ഞത് ശരിയാണ് എന്നുള്ളതും പറഞ്ഞു. കോഡി അപ്പോൾ തന്നെ ഉടനെ നമുക്കൊരു മാച്ച് വെക്കാം, ടൈറ്റിൽ മാച്ച് ഇപ്പോൾ തന്നെ ഇവിടെ വെച്ച് നമുക്ക് നടത്താം എന്നുള്ളത് പറയുകയുണ്ടായി. ഫാൻസിന് മുഴുവൻ അത് ഇഷ്ടമായി. എന്നാൽ അതിന് ഇടങ്കോലിടാൻ വേണ്ടി മറ്റൊരുത്തൻ വന്നു, സാമി സെയിൻ. ഗന്ധർ ആദ്യം തന്നെ പറയുകയുണ്ടായി, സാമി ഇത് നിന്റെ ബിസിനസ് അല്ല, ഇത് ഞങ്ങൾ തമ്മിലുള്ള ഡീലാണ്, ഞങ്ങൾ തമ്മിലുള്ള മത്സരം ഒന്ന് കഴിഞ്ഞോട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം നിനക്ക് ഇടപെടാമെന്നെല്ലാം തന്നെ. അപ്പോൾ സാമി സെയിൻ അതിനു മുൻപേ അവരെ തോൽപ്പിച്ചതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയുണ്ടായി. സാമി, ഞാൻ ഇപ്പോൾ ബിസിയാണ്, നീ കുറച്ചു നേരം കഴിഞ്ഞു വാ എന്നുള്ള രീതിയിലെല്ലാം തന്നെ കോഡി സാമിയോട് പറയുകയുണ്ടായി. അപ്പോൾ സാമി തിരിച്ചു ചോദിച്ചു, നീ ഇതിനു മുൻപ് എന്നോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ക്ലാഷ് ഇൻ ഇറ്റലിയിൽ ഗുന്തറിനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നീ എന്നെ ഒരു പാഠം പഠിപ്പിക്കുമെന്നുള്ളത്. ആ പാഠം എപ്പോഴാണ് പഠിപ്പിക്കുക? അതായത് എനിക്കെതിരെ നീ എപ്പോഴാണ് മത്സരിക്കാൻ വേണ്ടി പോകുന്നത്? ഈ കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവരുടെ സംസാരത്തിനിടയിൽ ഇടങ്കോലിട്ട് നിൽക്കുന്ന സാമി സെയിനെയായിരുന്നു നമ്മൾ കണ്ടത്. പുറകിൽ നിന്നും ഗുന്തർ വന്നുകൊണ്ട് കോഡിയെ സാമിയുടെ മുകളിലേക്ക് തള്ളിയിട്ടു. കോഡിയെ സ്ലീപ്പർ ഹോൾഡ് ചെയ്തു. എന്നാൽ ഇത്തവണ സാമി സെയിൻ നോക്കി നിന്നില്ല, ഗുന്തറിനെ അറ്റാക്ക് ചെയ്തു. സാമിയും ഗുന്തറും കൂടി റിംഗ് സൈഡിൽ വെച്ച് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് കോഡി ഓടിച്ചെന്ന് ഒരു ഡൈവ് ചെയ്തു. എന്നാൽ അത് കൊണ്ടിട്ടുണ്ടായിരുന്നത് സാമിയുടെ മേലേക്കായിരുന്നു. കോഡി സോറി എല്ലാം തന്നെ പറഞ്ഞ് സാമിക്ക് കൈ കൊടുക്കാൻ വേണ്ടി പോയി. എന്നാൽ സാമി അതൊന്നും തന്നെ സ്വീകരിക്കാതെ അവിടെ നിന്നും മടങ്ങിപ്പോയി. ബാക്ക് സ്റ്റേജിൽ വെച്ച് നിക്ക് ആൽഡിസ് സാമി സെയിനോട് പറയുകയുണ്ടായി, നീ കോഡി റോഡ്സിന്റെയും ഗുന്തറിന്റെയും സ്റ്റോറി ലൈനിൽ നിന്നും അവരുടെ മാച്ചുകളിൽ നിന്നും മാറി നിൽക്കണം, നീ ഒരിക്കലും അതിലേക്ക് പോകേണ്ടതല്ല, എനിക്ക് വേറെ ബിസിനസ്സുകൾ ചെയ്യാനുണ്ട് എന്നുള്ളത്. പിന്നീട് നിക്ക് ആൽഡിസ് കോഡിയുടെ അടുത്തേക്ക് എത്തി. ഗുന്തറിന്റെ ലീഗൽ ടീമുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഗുന്തറിന് ഒരു ഡിമാൻഡ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈറ്റിലിന്റെ റീമാച്ചിന് എന്ത് സ്റ്റിപ്പുലേഷൻ വെക്കണമെന്നുള്ളത് ഗുന്തർ തീരുമാനിക്കും. അടുത്ത ആഴ്ച ഗുന്തർ വന്നുകൊണ്ട് ആ ഒരു കാര്യം പറയുമെന്നുള്ളത്. അപ്പോൾ കോഡി പറഞ്ഞു, അതെന്ത് വേണമെങ്കിലും അവൻ പറഞ്ഞോട്ടെ, പക്ഷേ മാച്ച് അടുത്തതിന്റെ അടുത്ത ആഴ്ച സ്മാക്ഡൗൺ എപ്പിസോഡിൽ വെച്ച് നമുക്ക് നടത്തണമെന്നുള്ളത്. അങ്ങനെ മിക്കവാറും ജൂൺ 19 തീയതി നടക്കാൻ വേണ്ടി പോകുന്ന സ്മാക്ഡൗൺ എപ്പിസോഡിലായിരിക്കും കോഡി റോഡ്സ് വേഴ്സസ് ഗുന്തർ തമ്മിലുള്ള മാച്ച് നടക്കാൻ വേണ്ടി പോകുന്നത്. എന്ത് മാച്ച് ആയിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഹെൽ ഇൻ എ സെൽ മാച്ച് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ കിടിക്കും.